സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫിലിം ഫാക്ടറി. കഥ ഇന്ന് വരെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം 4 പേരാണുള്ളത്. അനു, മോഹൻ. അതിനെത്ര ചിരിക്കാൻ തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, കഥ ഇന്ന് വരെ മാനവും മര്യാദയായിട്ട് ജീവിക്കുക, വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ആരാ ഈ ഒരു പേരിട്ട കഥ ഇന്ന് വരെ? കാരണം അത് ഭയങ്കര ഒരു പുള്ളി പുറത്തുണ്ട്, വിളിക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിരുന്നു ഈ പേര് കേട്ടപ്പോ? ഞങ്ങൾ അത്ര ചിന്തിക്കാറില്ല. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. എന്റെ പേര് അജീഷ്. എന്റെ പേര് അജീഷ്. എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെറും കൺട്രികളായ എന്റെ അച്ഛനമ്മമാർ എന്നോട് ചെയ്ത ചതി. ഇതില് ഡാൻസ് കളിച്ചിരുന്നു? ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം അല്ല ബുക്ക് ചെയ്തത്. പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ട്രെയിലർ കണ്ടപ്പോ തോന്നി, സത്യം പറഞ്ഞോണ്ടല്ലോ സങ്കടം തോന്നി എനിക്ക്. എന്തിനാണാവോ? ഒന്ന് വ്യക്തമാക്കി തരൂ. കാരണം ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ലവ് സ്റ്റോറി പറയുന്നു. എന്റെ ഈ നല്ല പ്രായത്തിൽ എനിക്ക് ഇതിനായിട്ടൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. പക്ഷെ ഏജ്ഡ് ആയിട്ടുള്ളവരുടെ പ്രണയമല്ലേ പറഞ്ഞത്? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞങ്ങൾക്കൊക്കെ എത്ര പ്രായം ഉണ്ടെന്ന് വിചാരിക്കണം? പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണ സാബ്. അവർക്ക് പ്രണയിക്കാൻ പാടില്ലേ? 30+ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. എന്താ നിനക്ക് പെണ്ണ് കിട്ടാത്തെന്ന് അറിയാം? ഇതാ വരാ, മനസ്സിലായോ? ആ ലൊക്കേഷൻ ഒക്കെ എവിടെ? നല്ല രസമുണ്ടല്ലോ. കൊറേ സ്ഥലങ്ങളിലാണ് ലൊക്കേഷൻ. അതുകൊണ്ടല്ലേ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതല്ലേ ലൊക്കേഷൻ എന്ന് പറയുന്നത്. 1 point. ഓക്കെ, ഞാൻ ഇച്ചിരി വില പിടിച്ചോട്ടെ. പിന്നെ